മുമ്പേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു ആലോചനയുടെ ഏറ്റെടുത്തോണം. പലപ്പോഴും ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം പല ആലോചനകൾ അറിയിക്കുമ്പോഴും അത് ഏറ്റെടുക്കാതെ പോകുന്ന വ്യക്തിയാണ്. ഇത് എത്ര നാള് തുടരുമെന്നും അറിയത്തില്ല. എന്നിരുന്നാലും വചനം പറയുന്നുണ്ട്, സദാകാലം എൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കത്തില്ല. ഈ ആത്മാവ് സംസാരിക്കാത്ത ഒരു കാലഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്ന നമ്മളാ. നീ പ്രതീക്ഷിക്കില്ല, അപ്പ അങ്ങനോട് സംസാരിക്കുന്നില്ലല്ലോ, അങ്ങനോട് ഇടപെടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇത് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഹല്ലേലൂയ. എന്നിരുന്നാലും ഞാൻ ഇന്ന് എനിക്ക് കർത്താവ് തന്നൊരു ചിന്തയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നിരിക്കുന്നത് ഒരു ആലോചന, ആ വചനം പറഞ്ഞിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം നമുക്ക് എല്ലാവർക്കും പരിചയമായുള്ള വചനമെങ്കിലും ഈ വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. പല ദൈവദാസന്മാരിൽ കൂടെ നമ്മൾ ദൈവത്തിന്റെ ആലോചനകൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ഹൃദയം മുറിഞ്ഞിരുന്ന, ഒരു ഹാർട്ട് ബ്രോക്കനായി ഉള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് ഈ വചനത്തിൽ കാണാം. അതിനാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ദൈവത്തെ വിളിച്ചതിന് ഒരാളെ ലജ്ജിച്ചു പോവുകയില്ല. പേര് വേറൊന്നുമല്ല, ഹന്ന, ശൗമലിന്റെ അമ്മയായ ഹന്ന. ഞാൻ കർത്താവ് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് കർത്താവ് തന്നിരുന്ന ഒരു ആലോചന, ഒരു വചനം. പലപ്പോഴും ഞാൻ കർത്താവ് എന്തിനാ ഈ വചനം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഇത് വചനം എല്ലാവർക്കും അറിയാലോ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കുമ്പോഴും ഞാൻ അതിൽ വിശ്വസിക്കുന്ന ദൈവത്തിന് അതിൽ കൂടെ സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ചിലവരെ ബലപ്പെടുത്തുവാനുണ്ട്. അതിനുവേണ്ടി ആ വചനം വെളിപ്പെടുന്നതാണ്. നമ്മൾ ചോറ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെയും ചോറ് കഴിക്കാതിരിക്കാത്ത വ്യക്തികളാണ് അല്ലേ? ആണോ? നമ്മൾ ഫുഡ് പിന്നെ കഴിക്കാതിരിക്കുന്ന വ്യക്തികളല്ല. എന്നിരുന്നാലും ഹന്നയെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് 1 ശമൂവേലിന്റെ പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ. 1-ാം ചാപ്റ്ററും 2-ാം ചാപ്റ്ററും പറയുന്നത് ഹന്നയെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. ഹന്നയുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നത്, ഹന്ന മാരി ചെയ്തത് എൽക്കാന എന്ന വ്യക്തിയെ മാരി ചെയ്തു. ആ വ്യക്തിക്ക് 2 വൈഫുകൾ ഉണ്ടായിരുന്നു. 1 ഹന്ന, 2 പെനീന. ഈ 2 വൈഫുകൾ ഈ എൽക്കാനയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു സഹോദരിയായ ഹന്നയ്ക്ക് മക്കളെ ബെയർ ചെയ്യുവാൻ അല്ലെങ്കിൽ മക്കൾക്ക് ജനം കൊടുക്കുവാൻ പറ്റാതെ വന്ന ഒരു സ്ത്രീ. രണ്ടാമത് വാക്കുകൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്ത്രീ പെനിന എന്ന് പറഞ്ഞ സ്ത്രീക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വാക്കുകൾ എപ്പോഴും കൈപ്പേറിയ വാക്കുകൾ അവൾ സംസാരിക്കുവായിരുന്നു. ഇസ്രായേലിൽ ഒരു കാര്യമുണ്ട്, യഹൂദ ഗോത്രത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു കാര്യമുണ്ട്, ഇന്നും അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒരു സ്ത്രീക്ക്, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിന് ജനനം കൊടുക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ ആ സൊസൈറ്റി അംഗീകരിക്കുകയില്ല. പക്ഷേ ഹന്നയുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഹന്നയുടെ കണ്ണുനീരും റൂത്തിന്റെ വിശ്വസ്തയും ഇത് സ്വർഗത്തെ ഇളക്കി. നമ്മുടെ അവിശ്വസ്തയ പലപ്പോഴും ദൈവസ്വനിൽ കടന്നു വന്നിട്ട് നമ്മുടെ മറുപടി ലഭിക്കാതെ പോകുന്ന ഒരു കാലം. ഹന്നയോട് ചോദിച്ചാൽ വർഷങ്ങളേറെയായിട്ടും ഒരു കുഞ്ഞില്ല, ഒരു തലമുറയില്ല. ഹന്നയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്ക് എന്റെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഹന്നയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ഹന്ന ഹൃദയം മുറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹാർട്ട് ബ്രോക്കൻ പേഴ്സൺ ആയിരുന്നു ഹന്ന. അങ്ങനെ വന്നപ്പോൾ ഹന്നയുടെ ജീവിതത്തിൽ ഈ ബിറ്റർനെസ് ആയിട്ട് കൈപ്പേറിയ വാക്കുകൾ പറഞ്ഞ ഫെനിന എന്ന സ്ത്രീ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല
അവളെ കണ്ട് വിധിച്ചത് എന്തുവാ? നീ ഈ നാളീ ജന്മത്തിൽ ഒരു പൈതലിന് ജനനം കൊടുക്കത്തില്ല എന്ന്, നിനക്കൊണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അവളെ വേദനിപ്പിച്ചപ്പോൾ അവൾ അറിയാതൊരു കാര്യം പോയി. ഹൃദയം മുറിഞ്ഞിരിക്കുന്നവർക്ക് സമീപസ്ഥനായ യഹോവയായ ദൈവം ഉണ്ടെന്ന് മറന്നുപോയി. നിന്നെയും എന്നെയും സൃഷ്ടിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ വിധികളെ മാറ്റി എഴുതുവാൻ ദൈവശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ ആലോചനകൾ ഇന്ന് പകൽ സ്വർഗം തരുമ്പോൾ അത് ഏറ്റെടുത്തോണം. നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മുടെ സ്വഭാവം എന്തോന്ന് ചോദിച്ചാൽ, നമ്മൾ ആലോചനകൾ മുഴുവനും കേട്ടിട്ടും നമ്മൾ അത് കേൾക്കാതെ പോകുന്ന വ്യക്തികളാണ്. ഞാനൊരു ഉദാഹരണം പറയാം, എന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്. ഞങ്ങൾക്ക് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് തലമുറ തന്നനായി സ്തോത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ലേബർ റൂമിന്ന് ആയുസോടും ആരോഗ്യത്തോടെയും ഊണില്ലാത്ത തലമുറമായി സുരക്ഷിതോടെ ഇറങ്ങി വന്നതിനായി സ്തോത്രം, പുറത്ത് കൊണ്ടുവന്നതിനായി സ്തോത്രം, വിടുതൽ കൊടുത്തതിനായി സ്തോത്രം. ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറും, ഇത് റിസൾട്ട് കൊണ്ടുവരും. വാക്കുകൾ ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ഞാൻ എന്ന് പ്രാർത്ഥന ഗിയർ മാറുവാൻ തുടങ്ങിയോ അന്ന് ദൈവം മാറ്റി. ആമേൻ. കർത്താവ് തന്നു എന്ന് വിശ്വസിക്കണം, കർത്താവ് എനിക്ക് ചെയ്തു എന്ന് വിശ്വസിക്കണം. അതങ്ങനെ വിശ്വസിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവ് നിറച്ചിനായി സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ ഏറിയാൽ ഒരു മാസത്തിന്റെ ഉള്ളില് ആമേൻ, ഒന്നര മാസത്തിനുള്ളിൽ അത് സംഭവിച്ചു. മനസ്സിലാകുന്നവര് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹന്ന എന്ന സ്ത്രീയുടെ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യം ഒന്ന് വായിച്ചട്ടെ. ഹന്നയുടെ വേദന, Hannah's pain was deep, but her faith was deeper. ഒന്ന് വായിച്ചാട്ടെ. അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞും പട്ടിണി കിടന്നു. ഈ ഫെനിന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വർഷങ്ങൾ ഏറെയായി ഹന്നയുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം. നമ്മുടെ കുടുംബത്തിന്റെ അകത്തും ഇതുപോലുള്ള പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുവട്ടും ഈ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ വർഷങ്ങളായി അവളെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീ, ഒന്നും ചെയ്താലും ഗുണത്തിനും ദോഷത്തിനും പോയില്ലെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം, അവളെ നോണ്ടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. പക്ഷെ വചനം പറയുന്നു അവളുടെ ഗർഭപാത്രം സ്വർഗത്തിലെ ദൈവം അടച്ചു. ചിലത് അടയ്ക്കുവാൻ, ചിലത് അടച്ചിട്ട് ദൈവം വെക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി കാണാം. ആമേൻ. ഹന്നയുടെ ഗർഭപാത്രം ദൈവം അടച്ചപ്പോൾ ഈ അടച്ച ദൈവം തന്നെ ഗർഭപാത്രം തുറക്കുകയും ചെയ്തു. വിഷയം കൊണ്ടിട്ടത് ദൈവമാണെങ്കിൽ വിഷയത്തിന് വിടുതൽ തന്നതും സ്വർഗത്തിലെ ദൈവമാണ്. മറുപടി തന്നതും ദൈവമാ. പ്രോബ്ലംസ് കൊണ്ട് ദൈവമായിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തരുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? മാനുഷ്യമായി ഗർഭപാത്രം ഓപ്പൺ ആകത്തില്ല, പക്ഷെ ദൈവത്തിന് ഹന്നയെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ പദ്ധതി ഹന്നയെ കുറിച്ച് വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ. അതിനെ ഞാൻ പറഞ്ഞത് അവളുടെ വേദന അവളുടെ വിശ്വാസത്തെ ഡീപ്പറാക്കുവാനിടയായി. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോഴും നമ്മുടെ ഇമോഷൻ പെയിൻസ്, സോഷ്യൽ ഷേമുകൾ, പേഴ്സണൽ ഡിസപ്പോയിന്റ്മെന്റ്, സ്പിരിച്വൽ സൈലൻസ്,
എന്നിരുന്നാലും ഈ വേദനകൾ വരുമ്പോൾ അന്നേന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന ദൈവത്തെ തള്ളി പറയുവാൻ പോയില്ല. 1. 2, അവരുടെ ജീവിതത്തിൽ വേദന വന്നപ്പോൾ മനുഷ്യനോട് പറയുവാൻ പോയില്ല. 3, ഒരു വ്യക്തിയെ ആശ്രയിക്കുവാൻ പോയില്ല. 4, അവളുടെ വിശ്വാസത്തെ അവൾ ഉറപ്പിച്ചു. വേദനകൾ വരുമ്പോൾ 5, ദൈവത്തെ വിട്ട് അവൾ പോയില്ല. ദൈവത്തെ അവൾ ആശ്രയിച്ചു. കാരണം അവൾക്കൊരു കാര്യം അറിയാം, അടയ്ക്കുന്നവൻ തുറക്കാനും അറിയാം. എത്ര പേർക്ക് ഈ ആലോചനകൾ ഏറ്റെടുക്കുവാൻ പറ്റുന്നെന്ന് അറിയത്തില്ല. പക്ഷെ അടച്ചവന് മാത്രം ഇന്ന് പക തുറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അവളുടെ ആ വേദനയുള്ള വേദന പ്രാർത്ഥനയായി മാറിയപ്പോൾ തുറക്കേണ്ട വിഷയം തുറന്നു. ഒരു പ്രവാചകന്റെ അടുത്ത് അവള് പോയില്ല. ഒരു പ്രവാചകന്റെ അടുത്ത് പോയില്ല. അവൾ ഓടി വന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയില. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ, ദേവദാസ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വിഷയം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആലയത്തിൽ കടന്നു വരത്തില്ല. ദേവദാസന്മാരുടെ ഫോണുകൾ എടുക്കത്തില്ല. അവർക്ക് ചിലപ്പോൾ ദൈവത്തിന്റെ ആലോചന പറയുവാൻ വേണ്ടിയായിരിക്കും ദേവദാസന്മാർ വിളിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വാക്കുകളിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നത്. എന്നിരുന്നാലും ആരും ഫോൺ എടുക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. കാരണം എനിക്ക് ദേവദാസ ഞാൻ ഒരു വിഷയത്തിൽ പെട്ടുപോയി, ഞാൻ അല്പ പ്രശ്നത്തില്ല, പ്രയാസത്തില്ല. ഇത് പറഞ്ഞ് മാറി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നമ്മൾ കാണുന്നത്. നീ വ്യക്തി ജീവിതങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് പകല് ഹന്ന ചെയ്തത് അവളുടെ വേദന പ്രാർത്ഥനയായപ്പോൾ ആലയത്തിൽ കടന്നു വന്ന് നിലവിളിക്കേണ്ടവനോട് നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടതുപോലെ നീ ആലയത്തിൽ കടന്നു വന്ന് മുട്ടുമേയിരുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയമായി നീ ദൈവസന്നിധിയിൽ ഇരിക്കണമെങ്കിൽ, നിന്റെ വേദന പ്രാർത്ഥനയായി തീരുന്നെങ്കിൽ ദൈവം അതിന് മറുപടി തരും തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അടുത്ത രണ്ടാമത്തെ കാര്യം 10-12 വാക്യം ഒന്ന് വായിച്ചേ. went from eating tears to pouring out her soul. രണ്ടാമത്തെ കാര്യം, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും നമ്മൾ പറയുന്ന പദമാ. ആരെ അവൾ അഡ്രസ് ചെയ്യുന്നത്? സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തെ അവൾ അഡ്രസ് ചെയ്യുക. അടിയനെ ഒന്ന് ഓർക്കുവാൻ വേണ്ടി, അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്യുവാൻ അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല. ആമേൻ. തുടർന്ന് അധ്യായം വായിപ്പിക്കുന്നില്ല. പക്ഷെ യഹോവയായ ദൈവമേ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവമേ, നീ അടിയന്റെ മേൽ കരുണ കാണിക്കുമാറാകണം. നീ എന്നെ മറക്കാതെ അന്നേക്കറിയാം, അല്ലെങ്കിൽ ദൈവം അവളെ മറന്നിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ അവൾ നിലവിളിക്കുമ്പോൾ പറയുന്നത് എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ യഹോവയായ ദൈവം എന്ന് പറഞ്ഞ് അവൾ തുടങ്ങുന്നത്, ദൈവമേ നീ എന്നെ മറക്കല്ലേ, അടിയന്റെ സങ്കടം നീ ഒന്ന് കേൾക്കണമേ. ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി വിളിച്ചു പറയേണ്ട വാക്കുകളല്ല ഇത്. അവളുടെ സങ്കടം പറയുവാൻ അവൾ വ്യക്തി ജീവിതങ്ങളെടുത്ത് പോയിട്ടില്ല. അവളുടെ സങ്കടം പറയുവാൻ അവൾ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്നു. കാരണം അവൾക്കറിയാം അവളുടെ സങ്കടത്തിന് പരിഹാരം ആർക്ക് തരാൻ പറ്റുമെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിന് മാത്രം തരുവാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അവൾക്കറിയാമായിരുന്നു.
വേദനകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ മാറി നിൽക്കാതെ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകില്ല. ആമേൻ. ഹന്ന നിലവിളിച്ചതുപോലെ നിലവിളിക്കുവാൻ തയ്യാറാകില്ല. ദൈവത്തിന് മഹത്വം നീ കാണുക തന്നെ ചെയ്യും. ആമേൻ. ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിടുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഹന്നയുടെ പ്രാർത്ഥന വെറും ഒരു ഫോർമൽ പ്രാർത്ഥന അല്ലായിരുന്നു. ഹന്നയുടെ പ്രാർത്ഥന ഹൃദയം തട്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ആമേൻ. അവളുടെ ഈ ഒരു വാക്കുണ്ടല്ലോ, എന്തുവാ? യഹോവയായ ദൈവമേ. വായിച്ചോട്ടെ. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കുവീൻ. ഈ 3 കാര്യങ്ങളോട് പറയുന്നത്. സൈന്യങ്ങളുടെ യഹോവയെ അഡ്രസ് ചെയ്ത് അവരുടെ സങ്കടങ്ങളെ ഓർക്കുവീൻ, അടിയനെ മറക്കാതെ. ഈ 3 കാര്യം പറഞ്ഞപ്പോൾ, ഈ 3 വാക്ക് പറഞ്ഞപ്പോൾ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. സ്വർഗത്തിന് ഇത് എന്തെന്നറിയാമോ? ഈ വാക്ക് 3 വാക്കും ഹോണസ്റ്റ് ആയിട്ടുള്ള വാക്കായിരുന്നു. വെറും കളിപ്പീരിന്റെ വാക്കുകളല്ല, കളിപ്പീരിന്റെ വാക്കുകളല്ല അവള് പറഞ്ഞത്. അത് ഹോണസ്റ്റ് വേർഡ്. അത് വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. 3ാമത്തെ കാര്യം, Hannah made a vow that aligned. Yes, അത് ആന്റി തന്നെ വായിച്ചു. God with God's plan. അവൾ പറഞ്ഞത് 3ാമത്തെ കാര്യം, എനിക്ക് ഒരു വോവ് എന്ന് പറയുമ്പോൾ ഒരു ശബ്ദം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി ഹന്ന ചെയ്യുന്നു. ഹന്ന ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഹന്ന പറഞ്ഞ ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹന്ന പറയുന്ന അടുത്ത പദം ശ്രദ്ധിച്ചോണം. എനിക്ക് തരുന്ന ആൺ സന്തതിയെ ഞാൻ ലൈഫ് ടൈം ഞാൻ യഹോവയ്ക്ക് കൊടുക്കും. ഒരു തലമുറകൾക്കും. ആമേൻ. കേട്ടോണം. ഈ തലമുറകൾ ഉണ്ടായ ശേഷം തലമുറകൾക്ക്, ആമേൻ, തലമുറകൾ ഉണ്ടായ ശേഷം തലമുറകളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വേലകൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മുടെ തലമുറകൾ MBA പഠിക്കണം, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, നേഴ്സ് ആകണം, പൊളിറ്റീഷ്യൻസ് ആകണം, അല്ലെങ്കിൽ IAS IPS ഓഫീസേഴ്സ് എന്നാകണം. എത്ര പേര് നിങ്ങളുടെ തലമുറകൾ ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. അവള് പറഞ്ഞ വാക്ക് അവള് പൂർത്തീകരിച്ചു. ശ്രദ്ധിച്ചോണം. ആമേൻ. ഇത് അവള് പറഞ്ഞ വാക്ക് എന്ത് ചെയ്തു? അവളത് പൂർത്തീകരിച്ചു. അവൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്കൊരു മകനെ തരുവാണെങ്കിൽ ഞാൻ ആ മകനെ സ്വർഗത്തിലെ ദൈവത്തിന് ഞാൻ തരുവാണ്, ലൈഫ് ടൈം തരുവാണ്. ഹല്ലേലൂയ. അവളുടെ ഈ പറഞ്ഞ ശേഷം ശ്രദ്ധിച്ചോണം, 3 കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. യഹോവയായ ദൈവമേ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവമേ, നീ അടിയനെ മറക്കല്ലേ. ആമേൻ. നീ ഒരു സന്താനം നീ തരുവാങ്കിൽ, ഒരു ജനറേഷനെ, ഒരു ആൺ ജനറേഷനെ നീ തരുവാങ്കിൽ ഞാൻ നിനക്കത് തരും എന്ന് പറഞ്ഞ ശേഷം അടുത്ത സംഭവിക്കുന്നത്, അവളുടെ വൂമിനെ സ്വർഗം നിറച്ചു. ഹല്ലേലൂയ. ഇതുവരെ അസാധ്യമെന്ന് തോന്നിയപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കി. അടച്ചവൻ തുറന്നു. ആമേൻ. അടച്ചവന് ഈ പ്രാർത്ഥനയുടെ മുന്നിൽ നിൽക്കുവാൻ പറ്റിയില്ല. കാരണം ഈ പ്രാർത്ഥനയുടെ മുന്നിൽ ഇത് വെറും ഒരു സാധാ പ്രാർത്ഥനയല്ല, സാധാ നിലവിളിയല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്നിട്ട് അവിടെ കണ്ണുനീര് പ്രാർത്ഥനയാക്കിയപ്പോൾ, നിലവിളിച്ചപ്പോൾ സ്വർഗം പ്രവർത്തിച്ചു. ആമേൻ. 1:18 പറയുന്നത്, അവളുടെ ഗർഭപാത്രത്തെ ദൈവം നിറച്ചു. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ആമേൻ. എല്ലാവരും എന്റെ കൂടെ ഹല്ലേലൂയ. ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ ആകട്ടെ. സൈന്യങ്ങളുടെ യഹോവയായ ദൈവമേ, അടിയനെ മറക്കല്ലേ. നീ അടിയന്റെ സങ്കടത്തെ ഓർക്കണമേ. ഈ 3 വാക്ക് ഇന്ന് തൊട്ട് കുറിച്ച് എഴുതി വെച്ചത് പ്രാർത്ഥിച്ചു.
ഇന്നോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണും. ദൈവപ്രവൃത്തി കാണുമെന്ന് വിശ്വസിക്കുന്നവര് ഇന്നോട്ട് ഈ വചനം കുറിച്ചെഴുതി വായിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഇവളിത് പ്രാർത്ഥിച്ച ശേഷം ഹന്ന പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഹന്നയുടെ പ്രാർത്ഥനയുടെ മുന്നിൽ ദൈവം അവളുടെ ഭൂമിനെ നിറയ്ക്കുക. ആമേന. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളുടെ ഹൃദയങ്ങളെ ദൈവം നിറയ്ക്കാൻ പോകുക. ആമേൻ. ചില ആവശ്യങ്ങളെ ദൈവം പൂർത്തീകരിക്കുവാൻ പോകുക. ആമേൻ. ഓൺലൈൻ കേൾക്കുന്നവർ കൈകൊള്ളട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഒരു തലമുറയില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുടെ മുന്നിൽ ആമേൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ദൂതും ആലോചനയെ വിളിച്ചു പറയുന്ന ആമേൻ നിന്റെ ഭൂമിനെ നിറയ്ക്കുവാൻ സർവശക്തനായ യഹോവയ്ക്ക് പറ്റുമെന്ന് നീ അത് വിശ്വസിക്കുക. അത് സംഭവിക്കും. Hallelujah. ഈ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണമ്മ. ആമേൻ. God remembered Hannah. 1 ശമൂവേൽ 1:19-20 പറയുന്നത് ആമേൻ ഹന്നെ ദൈവം ഓർത്തു. Hallelujah. ആമേൻ. 19-20 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാനാ തന്റെ ഭാര്യ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞവന് ശമൂവേൽ. അവള് പ്രാർത്ഥിച്ചു പോയ ശേഷം ആലോചന പൂർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം പൂർത്തിരിക്കുന്ന ഒരു ആണ്ട് കഴിഞ്ഞ ശേഷം. ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ, ആലോചനകൾ, ദൂതുകൾ ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അത് ഇന്ന് വെളിപ്പെട്ടില്ലെങ്കിൽ ആണ്ടുകൾ കഴിയുമ്പോൾ അത് താമസിക്കാതെ അത് വെളിപ്പെടുത്തുന്ന ചെയ്യണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ത്രീ ആമേൻ ഫിനേന എന്ന വ്യക്തി സ്ത്രീ ആമേൻ ഹന്നെ ആമേൻ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ മറന്നുപോയി ഹന്നയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തിക്ക് ഇതുവരെയും നിന്റെ മുന്നിൽ മറുപടി ഇല്ലാതെ ഹന്ന നിന്നത് നീ കണ്ടതേ ഉള്ളൂ. പക്ഷെ ഇന്നുകൊണ്ട് നീ കാണാൻ പോകുന്ന ഹന്ന വെറും മറുപടിയായിട്ട് നിൽക്കുന്ന നിന്റെ വാക്കിന് മുന്നിൽ, നിന്റെ ചോദ്യത്തിന് മുന്നിൽ മറുപടിയായി നിൽക്കുന്ന ഒരു ഹന്നെ നീ കാണാൻ പോകുന്നത്. ഓ യേശുവിന്റെ നാമത്തില് നീ ഇങ്ങോട്ട് നിൽക്കാൻ പോകുന്നത് ചിലവരുടെ മുന്നിൽ മറുപടിയായി നിൽക്കാൻ പോകുന്നത്. ഇന്ന് വരെ മറുപടി ഇല്ലാതായിട്ട് നീ നിന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നീ ചിലവരുടെ മുന്നിൽ മറുപടിയായി നിൽക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്നെ ചോദിക്കുന്നവർ, നിന്നെ നിന്ദിക്കുന്നവരുടെ മുന്നിൽ നീ മറുപടിയായി നിൽക്കാൻ പോകുക. ഇതുവരെ നിന്റെ വായ അടഞ്ഞു നിന്നു. ഇതുവരെ നിനക്ക് മറുപടി ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നിനക്ക് വേണ്ടി മറുപടിയായി നീ നിൽക്കാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ടാവും. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഈ ദൂതുകളും ആലോചനകൾ ഏറ്റെടുത്തോണമ. ആമേൻ. നീ ചിലതിന്റെ വിഷയത്തിന്റെ മുന്നിൽ മറുപടി ഇല്ലാതെ നീ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ചില മറുപടിയായി ആമേൻ സ്വർഗം നിർത്തുന്ന നാളുകള് നിന്റെ മുന്നിലുണ്ടെന്നുള്ള കാര്യം ഇന്ന് പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുന്നു. ആമേൻ. നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത പല വാക്കുകൾ ആമേൻ ചില ചോദ്യത്തിന് മറുപടി ഇല്ലാതെ ആമേൻ നിനക്ക് ആമേൻ ഇത് കൺഫ്യൂസ്ഡ് ആയി പസൽഡ് ആയി നീ യാത്ര ചെയ്യുമ്പോൾ മകനെ നീ ഭാരപ്പെടേണ്ട. എനിക്ക് നിന്നിൽ കൂടെ ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. ആമേൻ. നിന്നെ ഞാൻ മറുപടിയായി ആമേൻ ഹന്നെ ഞാൻ നിർത്തിയതുപോലെ അധിക നാളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ ചോദ്യം ചിഹ്നമായി ഞാൻ എന്നെ നിർത്തത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചോണം. ഇതുവരെ ചോദ്യം ചിഹ്നമായ ഹന്ന ഒരാണ്ട് കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വർഗം കൊടുത്തു. നീ കണ്ണുനീരൊഴുക്കുന്ന ഓരോ വിഷയങ്ങൾക്കും എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുക, ആരും അറിയാതെ കണ്ണുനീരൊഴുക്കുന്നുണ്ടെങ്കിൽ, ആരും അത് കേൾക്കുന്നില്ലെന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറന്നു പോകല്ല. നിങ്ങളെ ദൈവം ഓർക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം ഓർക്കുന്നുണ്ട്. അവന്റെ സമയമാകുമ്പോൾ അവൻ ചിലത് ചെയ്യാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ട്. അത് ചില ഭവനത്തിന്റെ ബന്ധത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ട്. ആമേൻ. ചില വിഷയത്തെ ബന്ധത്തിൽ, ആലയത്തിന്റെ ബന്ധത്തിൽ ചിലത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഹന്നയുടെ പ്രത്യേക ഒരു കാര്യം ഞാൻ പറയാം. ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആമേന ഒരു രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ദൈവം തരുന്ന ആലോചനയിലോട്ട് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1 ശമൂവേൽ 24-28 ഹന്ന ഗേവ് ബാക്ക് വാട്ട് ഷി പ്രേയ്ഡ് ഫോർ. നമുക്കറിയാം. എന്നിരുന്നാലും 24-28 ഹന്ന പ്രാർത്ഥിച്ച കാര്യം ഹന്നയ്ക്ക് ലഭിച്ചപ്പോൾ ഹന്ന അത് തിരിച്ച് കൊടുക്കുവാൻ ഇടയായി. ആമേൻ. എന്നിരുന്നാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു നാളും മറന്നു പോകില്ല. ദൈവത്തോട് നമ്മൾ ചെയ്ത ചില വാഗ്ദത്തങ്ങൾ ഒരു നാളും നമ്മൾ മറന്നു പോകുവാൻ ഇടയാകല്ല. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഹന്ന തന്റെ തലമുറയെ ഡെഡിക്കേറ്റ് ചെയ്തതുപോലെ നമ്മുടെ തലമുറകളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കണമെന്ന് ഉള്ള കാര്യം ഹന്ന ഇവിടെ ഓർപ്പിക്കുന്നു. ആമേൻ. ദൈവ തലമുറ ലഭിക്കുന്നതിന് മുന്നേ നമ്മൾ പറയും ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ നിങ്ങൾ പ്രോമിസ് ചെയ്യുന്നത് ദൈവത്തോടാകില്ല. ആ വാഗ്ദത്തം ആ പ്രോമിസ് നിങ്ങൾ നിറവേറണമെന്ന് ഫുൾഫിൽ ചെയ്യണം. ഹന്നെ പോലെ ഫുൾഫിൽ ചെയ്യണമെന്ന് ഇന്ന് ഞാൻ അത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പല വാഗ്ദത്തങ്ങൾ നമ്മൾ ദൈവത്തോട് പ്രോമിസുകൾ ദൈവത്തോട് ചെയ്തിട്ട് നമ്മൾ അത് പൂർത്തീകരിക്കാതെ പോകുന്ന വ്യക്തികളാണ്. നമ്മൾ കർത്താവിനോട് ഒരു നന്മ വരുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ കർത്താവിനോട് ദൈവത്തോട് പറയെങ്കിലും നമ്മളത് പൂർത്തീകരിക്കത്തില്ല. നമ്മൾ എന്താ പൂർത്തീകരിക്കാത്തതാണ്? കാരണം നമുക്ക് ഒരു നന്മ ലഭിച്ചു നമ്മൾ പൂർത്തീകരിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് നന്മ ലഭിക്കുമ്പോൾ അവനെ മറക്കല. ആമേൻ. അടുത്തൊരു 7ാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. 1 ശമൂവേൽ 3:20 നമുക്ക് കാണാം. ശമൂവേൽ ഒരു പ്രവാചകനായി പോലെ ആ നേഷൻ മുഴുവനും ആ രാജ്യം പട്ടണം മുഴുവനും അവൻ മാറുവാനിടയായി. ശ്രദ്ധിച്ചോണം. ഹന്നയുടെ ജീവിതത്തിൽ ഹന്ന ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ഹന്നയുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. ഏലി പുരോഹിതൻ ഈ ഹന്ന പ്രാർത്ഥിക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ ഏത് സമയമാണെന്നറിയാമോ? ഭയങ്കര കറക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഹന്ന ഈ ഒരു വിഷയമായി സ്വർഗത്തിലെ ദൈവത്തിന്റെ പാദപ്പെടുത്തിൽ ചെല്ലുന്നത്. ഏലി പുരോഹിതന്റെ നമുക്കറിയാം രണ്ട് തലമുറകളുണ്ട്. ഹോഫ്നി ആൻഡ് ഫിൻഹേറാസ് എന്ന് പറഞ്ഞ് 2 തലമുറകൾ ഏലി പുരോഹിതനുണ്ട്. എന്നിരുന്നാലും ഏലി പുരോഹിതൻ ഹന്ന ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുന്നായി തന്നെ ഏലി പുരോഹിതൻ ഹന്നയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹന്നയുടെ പ്രത്യേക ഒരു കാര്യമുണ്ട്. ഹന്ന അലറിയോ എന്നല്ല പ്രാർത്ഥിച്ചത്, അവളുടെ ഹൃദയത്തിൽ നിന്ന് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. അവളുടെ ലിപ്സ് മാത്രമാ അവൻ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. നീ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയെങ്കില ദൈവം അത് കേൾക്കും. ഹന്നയ്ക്ക് മനസ്സിലായില്ലായിരിക്കുമോ? ചിലപ്പം എന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഹന്നയ്ക്ക് ഏലി പുരോഹിതന്റെ വാക്കുകൾ ചിലപ്പോൾ മനസ്സിലായിരിക്കത്തില്ലായിരിക്കും. പക്ഷേ ഹന്നയ്ക്ക് ഏലി പുരോഹിതന്റെ വാക്കുകൾ ഹന്നെ കംഫർട്ട് ചെയ്യുവാൻ ഇടയായി. എന്ന് വെച്ചാൽ ഏലി പുരോഹിതൻ അവിടെ വാക്കുകൾ പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ഏലി പുരോഹിതനിൽ കൂടെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഹന്നയോട് സംസാരിച്ചു എന്ന. ഓ യേശുവിന്റെ നാമത്തിൽ ആലയത്തിൽ കണ്ണുനീരോടെ വന്നെങ്കിൽ നീ മടങ്ങി പോകുന്നത് സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെ വാക്കുകൾ കേട്ട മടങ്ങി പോകുന്നതാ. ഇതുവരെ ചോദ്യം ചിഹ്നമായോളവ, ഇതുവരെ നിന്നെ മോക്കിയവരുടെ മുന്നില, ഇതുവരെ നീ നന്നാവത്തില്ല എന്ന് പറയുന്നവരുടെ മുന്നില, ഇതുവരെ നീ ഗതി പിടിക്കത്തില്ല എന്ന് പറയുന്നവരുടെ മുന്നില നീ മറന്നു പോകല. നീ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് കരങ്ങൾ ഉയർത്തി മോദപ്പെടുത്തുക. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അടച്ചവൻ തുറന്നു. 1ാമത്തെ ആലോചന. 2 ആലയത്തിൽ പ്രതീക്ഷിച്ച വന്നത്, ഒരു മറുപടി പ്രതീക്ഷിച്ച വന്നത്, അവൾക്കത് സംഭവിച്ചു.
ആണ്ടുകളുടെ മുന്നുള്ള പ്രാർത്ഥനയെങ്കിൽ ആണ്ടുകൾ ഒരാണ്ട് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കൊടുത്തു. ആമേൻ. നീ ദൈവം തീരുമാനിച്ചു അന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നീ പരിഹാസ പാത്രമാകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എന്ത് കഷ്ടതകൾ വന്നാലും ദൈവത്തെ തള്ളി പറയില്ല. എന്ത് പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിന് വേണ്ടി മുറുകെ പിടിച്ച് നിൽക്കുന്നെങ്കിൽ ഇന്ന് പകല ഹന്നെ പോലെ ചിലവരെ ദൈവം മാനിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്നുണ്ട് എന്നെ ദൈവം മാനിക്കുമെന്ന്. ഹല്ലേലൂയ. ആലയത്തിന് പുറത്ത് ഇറങ്ങുന്നതിന് മുന്നായി സ്വർഗത്തിലെ ദൈവം അവൾക്ക് മറുപടി അയച്ചിരുന്നു. യേശുവിന്റെ നാമത്തില, യേശുവിന്റെ നാമത്തില നീ ജനിക്കുന്നതിന് മുന്നായി നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടിട്ടുണ്ട്. നിന്നെ കുറിച്ച് ചില പദ്ധതികൾ അമ്മയുടെ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് നീ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന തന്നെ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എന്റെ പദ്ധതിക്ക് വേണ്ടി, എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ നിന്നെ എടുത്തുപയോഗിക്കുന്ന നാളുകൾ മുന്നിലുണ്ട്. അതും വെറുതെ അല്ല, അസാധാരണമായ ശുശ്രൂഷ തന്നെ ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്ന രീതിയിൽ ആമേ ശോമേലിൽ കൂടെ ഒരു പ്രവാചകൻ അറിയപ്പെട്ടതുപോലെ ശോമേൽ എന്ന പ്രവാചകൻ ആമേ നേഷൻ മുഴുവൻ മാത്രമല്ല വേൾഡ് വൈഡ് അറിയപ്പെട്ടതുപോലെ വരുന്നാളുകളിൽ ഒരു പ്രവാചകൻ എന്ന രീതിയുടെ അപ്പുറമായ ഒരു ദൈവദാസൻ എന്ന രീതിയിൽ നിന്നെ ഞാൻ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്ന നാടുകൾ മുന്നിലുണ്ട്. ഓ യേശുവിന്റെ നാമത്തില ശമൂവേൽ വാഗ്ദത്തമുള്ളവനായിരുന്നു. ആമേൻ. ശമൂവേലിന്റെ വാഗ്ദത്ത പ്രകാരം വാഗ്ദത്തമുള്ളവന് ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവൻ ജനിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്ന ചെയ്യും. പിന്നെ ഇതുവരെ ഹന്നയ്ക്ക് ഒന്നും ഒരു മകനിലല്ല അവസാനിച്ചത്, പിന്നെ തലമുറകൾ ദൈവം കൊടുത്തു. ആമേൻ. ഇവിടെ ഒന്നോ രണ്ടോ അവസാനിച്ചപ്പോൾ ആമേൻ ദൈവം ഇവിടെ കൊടുത്തപ്പോൾ ഇരട്ടിയായി കൊടുക്കുവാനിടയായി. യേശുവിന്റെ നാമത്തില് ആമേൻ ജനിക്കപ്പെടത്തില്ല, നീ കുഞ്ഞിന് ജനം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഇന്ന് 5 തലമുറകളുടെ മാതാവ് അന്നെ ദൈവം ഉയർത്തിയതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഒരു വാഗ്ദത്തമുള്ളവനാ. ഹല്ലേലൂയ. നിന്റെ ജനനം വെറുതെ ഉള്ള ജനനമല്ല. ഇന്ന് പല പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു, നിന്റെ ജനനം വെറുതെ ഉള്ള ജനനമല്ല, ചില വാഗ്ദത്തമുള്ള ജനനമാണ്. ആമേൻ. വരും നാളുകള് ആമേൻ ശമൂവേലിനെ വിശ്വസ്ത പ്രവാചകനെ മനസ്സിലാക്കി കാണാമ. താമസിച്ച് കിട്ടിയവൻ ആമേൻ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്തു. ആമേൻ. ആമേൻ. നിനക്ക് കിട്ടുന്ന ചില താമസമായി കിട്ടുന്ന ചില കാര്യങ്ങൾ അത് ചിലതിന് നന്മയ്ക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ശമൂവേലേ പ്രവാചക, നിന്നെ ദൈവം ചിലവരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്തതുപോലെ നീ ഒരു വെറും പ്രവാചകനല്ല, നീ ഒരു വെറും സാധാ ദൈവദാസനല്ല. അന്ന പ്രതീക്ഷിച്ചില്ല തന്റെ മകൻ 2 രാജാക്കന്മാരെ, ഇസ്രായേലിലെ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുക്കുമെന്ന. ശമൂവേൽ ഒരു പ്രവാചകൻ മാത്രമല്ലായിരുന്നു, ആമേൻ പുരോഹിതനുമായിരുന്നു. അതോടൊപ്പം ഈ ലീഗൽ അഡ്വൈസർ, ഉപദേഷ്ടാവായിരുന്നു. ഹല്ലേലൂയ. ഈ ഉപദേഷ്ടാവായ ശമൂവേലിനെ ദൈവം ഉപയോഗിച്ചതാണ്. ദൈവം ശമൂവേൽ ജനിച്ചു വാഗ്ദത്ത പ്രകാരം, ഉപയോഗിക്കപ്പെടുന്നത് പ്രവാചകനായി, ഉപദേശിയായി, ആമേൻ ഉപദേഷ്ടായി. ആമേൻ. ദൈവം അവനെ എത്ര ഡെസിഗ്നേഷൻ അവനെ ദൈവം മാനിക്കുന്നത് കണ്ടോ. ആമേൻ. മാതാപിതാക്കളെ, നിങ്ങളുടെ കണ്ണും നിന്റെ മുന്നിൽ വാഗ്ദത്ത പ്രകാരം ലഭിച്ച തലമുറ ദൈവം മാനിക്കും.
ആമേൻ. അവർ വെറുതെ ഉളച്ച വെറുതെ അവർ ലോകത്തിൽ അയച്ചതല്ല. നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നത് പിൻകാലത്തിൽ അഭിഷേകം ചെയ്യുന്ന രീതിയിൽ ആമേൻ ദൈവം അവരെ വളർത്തിയെടുക്കുന്ന നാളുകള് മുന്നിലുണ്ട്. ആമേൻ. അല്പം നിങ്ങൾക്ക് തോന്നിയായിരിക്കുന്നു ആമേൻ ഇപ്പൊ നടക്കത്തില്ല, ഇങ്ങനെ നടന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കറന്റ് സിറ്റുവേഷൻ നോക്കി നിങ്ങൾ പ്രവചിക്കാൻ നിൽക്കല്ലേ. ആമേൻ. ഒരു ഫ്യൂച്ചർ അവർക്കുണ്ട്. അനേകം അഭിഷേകം ചെയ്തെടുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവരെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒറ്റ കാര്യം എനിക്ക് പറഞ്ഞു തീർക്കുവാനുണ്ട്. അന്ന നമ്മളെ പഠിപ്പിക്കുന്ന 5 കാര്യങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ലൈഫ് നമ്മളെ ആമേൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മൾ റീബിൽഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, മനുഷ്യ നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ആമേൻ മനസ്സിലാക്കിക്കോണം ദൈവം നമ്മളെ പ്രൊമോട്ട് ചെയ്യണം. മൂന്നാമത്തെ കാര്യമാണ് ആമേൻ when heaven feels silent, trust God's timing. ആമേൻ സ്വർഗ്ഗം ശാന്തമായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അവരുടെ സമയത്തിന് വേണ്ടി വിശ്വസിക്കണം. ട്രസ്റ്റ് ഗോഡ്സ് ടൈമിംഗ്. എന്നാൽ ആമേൻ when you make a vow, fulfill it with joy. നിങ്ങൾ ഒരു ശബ്ദം, ഒരു വാക്കുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ ആമേൻ കവനന്റ് ആയിട്ട് കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുവാൻ നിങ്ങൾ മറക്കല്ല. ആമേൻ. അഞ്ചാമത്തെ കാര്യം, when God blesses you, give him the glory. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ആ സകല മാനം പുകഴ്ചയും എന്റെ സ്വർഗ്ഗത്തിൽ ദൈവത്തിന് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ല. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥന അടുത്ത തലമുറകളെ വാർത്തെടുക്കട്ടെ. ഇന്നത്തെ കണ്ണുനീര് നാളത്തെ ഒരു സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ കാര്യം ഇവിടെ പറയുവാനിരിക്കുന്നുള്ളൂ. ആമേൻ. ഹന്ന ഓൾറെഡി കടന്നുവന്ന് പ്രാർത്ഥിച്ചതുപോലെ, അവളുടെ ആത്മാവിനെ പകർന്നതുപോലെ, അവളുടെ സ്വപ്നത്തെ അവൾ സറണ്ടർ ചെയ്തതുപോലെ, അവളുടെ ഡിസയേഴ്സ് എല്ലാം അവൾ സറണ്ടർ ചെയ്തതുപോലെ, ഡിസപ്പോയിന്റ്മെന്റ്സ് എല്ലാം സറണ്ടർ ചെയ്തതുപോലെ അവൾ ദൈവത്തെ ആമേൻ കാത്തിരുന്നു. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്ത് മാത്രമല്ല, അവൾ ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി അവൾ കാത്തിരുന്നു. എന്നിരുന്നാലും ഹന്നയ്ക്ക് വേണ്ടി ആമേൻ പ്രവർത്തിച്ച ദൈവം, മറുപടിയായി ലഭിച്ച ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആദ്യത്തെ ഞാൻ ഒരു ആലോചനയോട് കോട്ട് ചെയ്തിട്ട് ഞാൻ വിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. റൂത്തിന്റെ ആമേൻ വിശ്വസ്ത ഹന്നയുടെ കണ്ണുനീര് അത് സ്വർഗത്തെ ഇറക്കി തന്നു ചെയ്തു. ആമേൻ. 2 സ്ത്രീകൾ വ്യത്യസ്ത സാഹചര്യമാകില്ല. റൂത്തിന്റെ വിശ്വസ്ത ആമേൻ തന്റെ അമ്മായിയമ്മയായ ആമേൻ വിശ്വസ്തയോട് അവൾ പുലർത്തിയപ്പോൾ ആമേൻ സ്വർഗത്തിലെ ദൈവം അവൾക്ക് പിൻകാലത്തിൽ അംഗീകരിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞെടുത്ത് അവളെ സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ചു. ആമേൻ. എന്നിരുന്നാലും അന്നയ്ക്ക് 3 നാളും ലഭിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇന്ന് പകല നിന്നെ ചിലവർ ഇവിടെ മറുപടിയായി ആമേൻ ദൈവത്തിന്റെ ആലോചന ഇങ്ങനെ വെളിപ്പെടുന്നു. സഭയുടെ അകത്ത് എന്നെ കേൾക്കുന്ന വ്യക്തികളെ ആമേൻ നിങ്ങളെ വരുന്ന ആളുകളിൽ ആമേൻ നിങ്ങളെ ഒരു അനുഗ്രഹ പാത്രമാക്കി മാത്രമല്ല ആമേൻ നേഷന്റെ ലീഗൽ അഡ്വൈസർ തൊട്ട് അനേകം പേരെ അഭിഷേകം ചെയ്യുന്നവരെ ആമേൻ അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ ദൈവം നിങ്ങളെ ആക്കുന്ന നാളുകൾ മുന്നിലുണ്ട്. ഈ ആലോചന കേട്ടെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ തലമുറ ദൈവം ആമേൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യോസഫിന്റെ മുന്നിൽ വടങ്ങിയ ആമേ തന്റെ സഹോദരന്മാര് യോസഫിന് വേണ്ടി വിധികൾ മാറ്റി എഴുതിപ്പിച്ച ദൈവത്തിന്റെ പ്രവൃത്തി, ദാവീദിന് വേണ്ടി മാറ്റി എഴുതിയ വിധികളെ മാറ്റി എഴുതിയ ദൈവത്തിന്റെ പ്രവൃത്തി, വിശ്വസ്തയോടെ യോസഫിന്റെ വിശ്വസ്ത ഈജിപ്തിന്റെ രണ്ടാമനാക്കിയെങ്കിൽ അന്നയുടെ കണ്ണുനീരിന്റെ വിശ്വസ്തയുടെ മുന്നിൽ, അവരുടെ വിശ്വസ്ത കണ്ണുനീരിന്റെ മുന്നിൽ, ആമേ കഷ്ടത്തിന് മുന്നിൽ ഒരു പ്രവാചകനെ ദൈവം നൽകിയെങ്കിൽ വരുന്ന ആളുകൾ ദൈവം പ്രവർത്തിക്കുന്ന ദൈവം എന്നുള്ള കാര്യം മറന്നു പോകല. ആമേൻ. ഈ സഭയുടെ അകത്തിരിക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് പകൽ ആമേൻ ഒരു ദൂത് പറയുവാനുള്ളത്, ആമേൻ നീ വിശ്വസ്തയോടെ ആയിരിക്കുന്നെങ്കിൽ ആമേൻ നിനക്ക് ലഭിക്കത്തില്ല എന്ന സ്ഥാനമാ, ആമേൻ നിനക്കത് കിട്ടത്തില്ല എന്ന് പറയുന്ന സ്ഥാനമാ ആമേൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരാൻ പോകുക. എന്നിരുന്നാൽ ചില സ്ഥാനങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ചില വ്യക്തികൾക്ക്. ഓ യേശുവിന്റെ നാമത്തില് നിന്റെ തലമുറകൾക്കും നിനക്ക് വേണ്ടി ചില സ്ഥാനങ്ങൾ ഒഴിഞ്ഞിടപ്പുണ്ട്. അത് നിനക്കുള്ള അവകാശമാ എന്ന് ഇന്ന് പകല് ആമേൻ ദൂത്
യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും അതേ സ്ഥാനത്ത് തന്നെ എഴുന്നേൽക്കാം. ആമേൻ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആമേൻ. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആമേൻ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിനക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കുന്ന ചില ആമേൻ ഡെസിഗ്നേഷൻ ഉണ്ട്. ആമേൻ. ചില സ്ഥാനങ്ങളുണ്ട്. അത് ആർക്കും അവകാശമായി എടുക്കുവാൻ പറ്റുകയില്ല. യോസെഫിനുള്ള സ്ഥാനം യോസെഫിന് ലഭിച്ചതുപോലെ ദാവീദിന് ലഭിക്കേണ്ട സ്ഥാനം ദാവീദിന് ലഭിച്ചതുപോലെ ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. നിന്റെ സ്ഥാനങ്ങളും നിന്റെ മാനങ്ങളും ആമേൻ ശത്രു എടുക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ആമേൻ. ചില സ്ഥാനങ്ങൾ ദൈവം ഒഴിച്ചിട്ടിട്ടുണ്ട്. ചില സ്ഥാനങ്ങൾ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണിന്റെ മുന്നിൽ എത്താത്ത രീതിയിൽ ദൈവം ചില സ്ഥാനങ്ങളെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ ആലോചന ഏറ്റടങ്ങിക്കോ. എന്നെ കേൾക്കുന്ന വ്യക്തികൾ എന്റെ ശബ്ദമല്ല നീ കേൾക്കേണ്ടില്ല. എന്റെ സ്വർഗത്തിലെ ശബ്ദം വിളിച്ചു പറയുന്ന നിനക്ക് വേണ്ടി ചില ഡെസിഗ്നേഷൻ ദൈവം കാലിയ വെച്ചിട്ടുണ്ട്. ആമേൻ. അതാർക്കും പിടിച്ചെടുക്കുവാൻ പറ്റുകയില്ല. അതാർക്കും എടുക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവം പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. ആമേൻ. യേശു കരങ്ങളെ അടിച്ചു കണ്ടാൽ സ്വന്തം ചെയ്തുകൊണ്ടിതാണ്. ഇത് ആലോചന പറയുമ്പോൾ ഡിക്ലെയർ ചെയ്ത് തുടങ്ങിക്കോ. നിങ്ങളുടെ തലമുറകളെ ഡിക്ലെയർ ചെയ്യുക. ആമേൻ. നിങ്ങളുടെ തലമുറകളെ ഡിക്ലെയർ ചെയ്യുക. ആമേൻ. എന്റെ തലമുറയ്ക്കുള്ള പദ്ധതികൾ ആമേൻ. എന്റെ ഒരു പൈശാച മണ്ഡലങ്ങൾക്ക് ആമേൻ ഒന്നും പ്രവർത്തിക്കാത്ത രീതിയിൽ ദൈവം ചിലതിനെ പ്രൊട്ടക്ട് ചെയ്ത രീതിയിൽ നിന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ആമേൻ അപ്പുറമായി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെടുത്തും. ഞാൻ വെളിപ്പെടുത്തുന്ന ആളുകളുടെ മുന്നിലുണ്ട് മകനെ. ഇല്ല, നീ ചോദ്യചിഹ്നമായി നിൽക്കുന്നെങ്കിൽ നിന്റെ അവസ്ഥകൾ മാറാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ട്. നീ വിശ്വസത്തോടെ എന്റെ സ്വനിൽ മുട്ടി മടക്കുന്നെങ്കിൽ നിന്റെ നിലവിളിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടാത്തത് ചിലത് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നതാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ശൗലിന്റെ ദൈവം എടുത്ത് മാറ്റി. ദൈവഹിതമില്ലാത്തവന്റെ ഓരോ കസാരകൾ തിരക്കാൻ പോവാ. ദൈവമിതമില്ലാത്ത ഏതവനും ആയിക്കോട്ടെ അവന്റെ കസാര ദൈവം തുറപ്പിക്കുന്ന ആളുകളുണ്ടാവും. സ്ഥാനത്തിന് വേണ്ടി മാനത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്നവരോട് ഞാൻ പറയുക, നിന്റെ സ്ഥാനങ്ങളെ തറപ്പിക്കുന്ന നാളുകൾ മുന്നിലുണ്ട്. നീ ഒരു പരിഹാസ പാത്രമായി തീരുന്ന നാളുകൾ മുന്നിലുണ്ട്. നീ മടങ്ങി വാ. ദേശത്തിനും പട്ടണത്തിലുള്ള ആലോചനകൾ വെളിപ്പെടുന്നു. എന്തും മാറിക്കൊള്ളട്ടെ, ദാവീദിനെ അവിടെ എത്തിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ചിലവനെ മാറ്റാൻ പോവുക. ദൈവം ചിലവനെ മാറ്റി നിന്നെ ആ സ്ഥാനത്താക്കാൻ പോവുക. ചിലവനെ മാറ്റി ദൈവം ആ സ്ഥാനത്താക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോ. നിന്റെ മാമന് ചിലവന്റെ മുന്നിൽ നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്റെ ഡെസിഗ്നേഷൻ എടുത്ത് അവൻ നിനക്കെതിരായി അവൻ കള്ളം പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരോട്, നിന്റെ അവകാശങ്ങൾ എടുത്തു പോകുന്നവരോട് എന്റെ പകൽ പരിശുദ്ധമായ സഭയുടെ അകത്ത് വെളിപ്പെടുത്തുന്നു. ഞാൻ മാറ്റി നിനക്ക് തരുമോ? ഞാൻ മാറ്റി തരാൻ പോകുന്ന ആളുകൾ മുന്നിലുണ്ട്. ഏറ്റെടുത്തോണം. ഇന്നോട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. ഇന്നോട്ട് ഈ ആലോചനകൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. ദൈവത്തിന്റെ മഹത്വം കാണുക. അവൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുക. ഷിൻഡോയുടെ കുടുംബത്തിന് മേൽ വെളിപ്പെടുക. ആകേഷിന്റെ കുടുംബത്തിന് മേൽ വെളിപ്പെടുക. അടിയുടെ കുടുംബത്തിന് മേൽ വെളിപ്പെടുക. മോൾട്ടിന്റെ കുടുംബത്തിന് മേൽ വെളിപ്പെടുക. വിജയന്റെ കുടുംബത്തിന് മേൽ വെളിപ്പെടുക. വിജയുടെ കുടുംബത്തിന് മേൽ വെളിപ്പെടുക. അവൻ വിമിലച്ചന്റെ കുടുംബത്തിന് മേൽ വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ സാമ്പച്ചന്റെ കുടുംബത്തിന് മേൽ വെളിപ്പെടുത്തുക ചെയ്യൂ. നിന്റെ തലമുറയുടെ അവകാശങ്ങൾ ആർക്കും തട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ അനുഗ്രഹത്തിന്റെ അവകാശം ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റുന്നില്ല.
ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.